ഗുഡ് ഈവനിങ് ഓൾ. വേദിയിലുള്ള സൈബർ സ്ക്വയറിൻ്റെ CEO ഹാരിസ് അടക്കം പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വ്യത്യസ്ത സ്കൂളുകളുടെ പ്രിൻസിപ്പൽമാരും സൈബർ സ്ക്വയറിൻ്റെ ഡയറക്ടേഴ്സുമായ സുഹൃത്തുക്കൾ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ സ്കൂൾ അധികൃതർ, പ്രിൻസിപ്പൽസ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ വളരെ പ്രൗഡോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ബിക്കോസ് യു സ്റ്റാർട്ടഡ് ദിസ് ഇന്നോവേറ്റീവ് ഐഡിയ ഇൻ മൈ കോൺസ്റ്റിറ്റ്യുവൻസി അറ്റ് ദ ഫസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. അതിനാദ്യമായിട്ട് ഐ ആം വെരി താങ്ക്ഫുൾ ടു യു. ഹാരിസ് എന്നോട് ഒരു സ്കൂൾ തരുമെന്നാണ് ചോദിച്ചത്. ഞാൻ 11 സ്കൂൾ തരാം എന്നാണ് ഹാരിസിനോട് പറയുന്നത്. നമുക്ക് AI ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകളിലെ കുട്ടികളെ, കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആൻഡ് AI എന്ന സിലബസ് കേരള സിലബസിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും തുടങ്ങാനുള്ള എല്ലാ സംവിധാനവും ഞാൻ ഒരുക്കി തരാമെന്ന് അറിയിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ കൺഗ്രാജുലേറ്റ് യു ബിക്കോസ് നമ്മുടെ സൈബർ സ്ക്വയറിനെ കുറിച്ച് ഞാൻ വളരെ മുന്നേ കേട്ടിട്ടുണ്ട്. ഒന്ന്, ഹാരിസിൻ്റെ പിതാവ് എൻ്റെ വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ഞങ്ങൾ വിമർശിക്കുകയും ഞങ്ങളൊക്കെ തിരുത്തുകയൊക്കെ ചെയ്യുന്ന വളരെ ശക്തനായ ഒരാളാണ്. എല്ലാവർക്കും അറിയണ്ടാവില്ല അല്ലേ? MN കാരശ്ശേരി മാഷെ മകനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവുമായി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവും ഞാനും തമ്മിലും വേറൊരു ബന്ധമുണ്ട്. ഞാൻ ചന്ദ്രിക പത്രത്തിൻ്റെ സബ് എഡിറ്ററായിട്ട് ഏതാണ്ട് ഒരു 20 വർഷത്തോളം വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വലിയ ബന്ധമുണ്ടായിരുന്നു. ഹാരിസിനെ കാണാൻ പറ്റിയതിലും സന്തോഷം. സൈബർ സ്ക്വയറിനെ കുറിച്ച് ഞാൻ കേട്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് ഒരു മുമ്പേ പറക്കുന്ന പക്ഷിയാണ് എന്നുള്ളതാണ്. കാരണം എല്ലാവരും കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പേ നിങ്ങൾ തുടങ്ങി. എല്ലാവരും AI കുറിച്ച് പറയുന്നതിന് മുമ്പേ നിങ്ങൾ AI വന്നു. എല്ലാവരും ഇപ്പോൾ വലിയ തോതിൽ ഓട്ടോമേഷനെ കുറിച്ച് സംസാരിക്കുകയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിനെ കുറിച്ച് സിലബസിൽ വരികയും ചെയ്യുമ്പോൾ അതിനു മുമ്പേ നിങ്ങളത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ വരുന്ന വളരെ ചടുലമായ മാറ്റങ്ങൾ ഒരുപക്ഷെ നമ്മൾ അത്ര പേർ അതിശയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന വലിയ റെവല്യൂഷനാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പുതിയ ജനറേഷനെയാണ് അത് നേരിട്ട് ബന്ധിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ഞാനിപ്പോൾ രാവിലെ ഒരു കോളേജിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞാനന്നേരം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ചോദിച്ചാൽ, ഇനി നമ്മളാരും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് ഇൻഫർമേഷന് വേണ്ടിയല്ല, നോളജിന് വേണ്ടിയല്ല. കാരണം ഇൻഫർമേഷനും നോളജും ഓൾറെഡി ദേ ഗോട്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് ഇതെല്ലാം ലിബറേറ്റ് ചെയ്യപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ എല്ലാ കുട്ടികൾക്കും, നമ്മളെ ലോകത്തുള്ള ഏത് മനുഷ്യനും ഇന്ന് വിരൽത്തുമ്പിൽ അവർക്ക് കിട്ടാവുന്ന എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്, ഓൺ ഫിംഗർ ടിപ്പ് അല്ലേ? നമുക്കത്ര അത്ഭുതകരമായി ഒരുപക്ഷെ ക്ലാസ് എടുക്കുന്ന ടീച്ചറിനെ അത്ഭുതപ്പെടുത്തുന്ന ചോദ്യങ്ങൾ കൊണ്ട് കുട്ടികൾ കുഴക്കാൻ കാരണം ഇൻഫർമേഷൻ ലിബറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രധാനമായ കാര്യം, ടെക്നോളജിയും ഡെമോക്രസിയും തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. ടെക്നോളജിയാണ് ലോകത്തെ ഡെമോക്രാറ്റിക് ആക്കുന്നത്. അതിന് ഒരു ജനപങ്കാളിത്തമുള്ള ഒരു സംവിധാനം ലോകത്തേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇത്ര വലിയ പ്രക്ഷോഭം നടത്താൻ സാധിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് വളരെ പൊളിറ്റിക്കലാണ്. ടെക്നോളജിക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ടെക്നോളജിയുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ആൾവേസ് ലിബറേറ്റ് ഹ്യൂമൻ ബീങ് എന്നുള്ളതാണ്. അത് മനുഷ്യനെ കൂടുതൽ അതുകൊണ്ടാണ് ഒരുപാട് കാലം അറിവുകളെ നമ്മൾ തടവിലാക്കിയിരുന്നു. അറിവുകളെന്ന് പറയുന്നത് പ്രാചീന കാലത്ത് പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞൊരു വിഭാഗത്തിന് മാത്രമേ അറിവുകൾ അറിയാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവിടുന്ന് മനുഷ്യൻ പിന്നെയും മുന്നോട്ട് പോകുന്നത് ടെക്നോളജിയുടെ ബലത്തിലാണ്. അവിടുന്ന് പിന്നെയും മനുഷ്യൻ മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിക്കുന്നു? എല്ലാവർക്കും അറിയാനുള്ള അവസരങ്ങൾ വാതിൽ തുറന്ന് വന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ആരും ഒരറിവിൻ്റെയും കുത്തക ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഒരു കാലത്ത് ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരു ജനറേഷൻ്റെ കാലത്ത് പോലും
നമ്മൾ വായിച്ചുണ്ടാക്കിയ അറിവുകളായിരുന്നു, അല്ലെങ്കിൽ വായിച്ചുണ്ടാക്കിയ അനുഭവങ്ങളായിരുന്നു നമ്മളുടെ ഏറ്റവും വലിയ കരുത്ത്. ഇന്ന് നമുക്കെല്ലാവർക്കും അതൊരു ഫിംഗർ ടിപ്പിലേക്ക് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു കാലത്തേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഇനി ലോകത്ത് മനുഷ്യൻ ജീവിക്കണമെങ്കിൽ നമ്മൾ ടെക്നോളജിയെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങളെല്ലാവരും ടെക്നോളജി നന്നായി ഉപയോഗിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ടെക്നോളജിയെ എത്ര നിങ്ങൾ കണക്ട് ചെയ്യുന്നു, അതാണ് ശരിക്കും ഇനിയുള്ള കാലത്തെ കുട്ടികളുടെ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും കുട്ടികളോട് നിരന്തരമായി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതെൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ളവർക്ക് പ്രത്യേകിച്ചും അറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് സ്റ്റുഡൻസുമായിട്ടാണ്. അപ്പോൾ ഞാൻ അവരോട് എപ്പോഴും പറയാറുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയുള്ള അടുത്തൊരു ഭാവി എന്ന് പറയുന്നത് അഡാപ്റ്റബിൾ ആവാൻ കഴിയുന്ന മനുഷ്യരുടേത് മാത്രമാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഈ കാലത്തിനോട് അഡാപ്റ്റബിൾ ആകണമെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാകേണ്ട മാറ്റം എന്താണ്, അവരുടെ ക്ലാസ് മുറിയിൽ ഉണ്ടാകേണ്ട മാറ്റം എന്താണ്, അവരനുഭവിക്കേണ്ട മാറ്റം എന്താണ്. ഇപ്പോൾ നമ്മളുടെ ഒരു കാലത്തെ നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്തത്ര വേഗതയിൽ ഓടുകയാണ്. അപ്പോൾ ആ വേഗതയുടെ ഒരു പ്രശ്നം, നമ്മൾ ഈ സ്പീഡിൽ എല്ലാവരും എത്തിയിട്ടില്ലെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാസ്ത്രമുണ്ട്. അതങ്ങനെ അതിജീവിക്കുകയുള്ളൂ. ലോകത്ത് മനുഷ്യന് സർവൈവ് ചെയ്യാൻ കഴിയണമെങ്കിൽ ആ ഫിറ്റസ്റ്റായി നിൽക്കാൻ കഴിയണം. അങ്ങനെ ഫിറ്റസ്റ്റ് ആവാൻ കഴിയണമെങ്കിൽ അഡാപ്റ്റബിൾ ആകാൻ കഴിയണം. അഡാപ്റ്റബിൾ ആകാൻ കഴിയണമെങ്കിൽ ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കണം. ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മനസ്സ് വെക്കണമെങ്കിൽ ഇത്തരം ഒരു സൈബർ സ്ക്വയർ ഉണ്ടാകണം. ഇതാണ് എൻ്റെ ഒരു നിരീക്ഷണമായി എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പോൾ നമുക്ക് അങ്ങനെ കുട്ടികളെ കണക്റ്റ് ചെയ്ത്, ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് എവിടെ നടക്കുന്ന ഒരു മാറ്റവും നമ്മളുടെ ഓരോ ഗ്രാമങ്ങളെയും കണക്റ്റ് ചെയ്യുന്ന, ടച്ച് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. അപ്പം അതുകൊണ്ടാണ് ഹോർമൂസിൽ ഒരു വലിയ ആക്രമണം അമേരിക്ക നടത്തുമ്പോൾ നമ്മളുടെ അങ്ങാടിയിലെ പഴംപൊരിക്കട ഓഫാകുന്നത്, ഗ്യാസ് ഓഫാകുന്നത്. നിങ്ങൾ നോക്കൂ, അത്രയും കണക്റ്റഡായൊരു ലോകത്ത്. ഇത് യുവാൽ ഹരാരിയുടെ പുതിയ പുസ്തകം, നിങ്ങളൊക്കെ നെക്സസ് വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? നെക്സസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ലോകത്തെ മനുഷ്യൻ്റെ വികാസ ചരിത്രം, ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് മനുഷ്യൻ മുഴുവനായിട്ടും വികസിച്ചത് നെറ്റ്വർക്കിലൂടെയാണ്. നെറ്റ്വർക്കിംഗ് ആണ് മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ആ നെറ്റ്വർക്കിംഗ് ആണ് മനുഷ്യൻ ഇതുവരെ വികാസം പ്രാപിച്ച ഈ കാലഗണനയിലെ എല്ലാ കാര്യങ്ങളും. പക്ഷെ ആ നെറ്റ്വർക്കിൻ്റെ സ്പീഡാണ്. നിങ്ങൾ നോക്കൂ, 2Gയിൽ നിന്ന് 3Gയിലേക്കും 4Gയിലേക്കും 5Gയിലേക്കും നമ്മൾ വന്ന ഒരു കാലമുണ്ട്. ആ കാലത്തെ നിങ്ങൾ വെറുതെ ഒരു ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജ് മാത്രം നോക്കിയാൽ നമുക്കറിയാം ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ നിന്ന് എത്ര വേഗമാണ് നമ്മൾ സ്പീഡായിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇതുവരെയുള്ള കാലത്തെ നമ്മൾ കാലഗണന ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷേ നമ്മൾ കാർഷിക വിപ്ലവത്തിൻ്റെ ഒരു കാലം ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കാലമാണ്. മനുഷ്യൻ നൊമാഡുകളായി ജീവിച്ച്, ആ നൊമാഡുകളായി ജീവിച്ച മനുഷ്യൻ പിന്നീട് അവൻ കൂട്ടമായി കൃഷി ചെയ്യാൻ തുടങ്ങിയ ഒരു കാലം, ആ കാർഷിക വൃത്തിയിലേക്ക് മനുഷ്യൻ ഇറങ്ങിയ ഒരു കാലം. അതാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഒരു വ്യാവസായിക വിപ്ലവത്തിലേക്ക് മനുഷ്യൻ വരുന്നത് നൂറ്റാണ്ടുകൾ സഞ്ചരിച്ചിട്ടാണ് അല്ലേ? ഒരു കാർഷിക സമൂഹത്തിൽ നിന്ന് ഒരു വ്യാവസായിക സമൂഹത്തിലേക്ക് മനുഷ്യൻ സഞ്ചരിച്ചത് ഒരുപാട് നൂറ്റാണ്ടുകൾ എടുത്താണ്. അതും കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ എടുത്താണ് മനുഷ്യൻ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് മനുഷ്യൻ്റെ വേഗത നിങ്ങൾ നോക്കൂ. ഇൻ്റർനെറ്റിന് അപ്പുറവും ഇപ്പുറവും ഉള്ള 2 ജനറേഷനെ നിങ്ങൾ നോക്കൂ. നമ്മൾ ഒരുപക്ഷെ ജെൻസിയിലും ജെൻ ആൽഫയിലും കാണുന്ന പ്രത്യേകതകൾ നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇത് വളരെ വേഗതയേറിയ ഈ കാലം, ഈ സ്പീഡാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മളുടെ കുട്ടികളെ ഇനി നമുക്കൊന്നും പഠിപ്പിക്കാനില്ല, ഒരു സ്കൂളിനും ഒന്നും പഠിപ്പിക്കാനില്ല. ബ്രിക്ക് ആൻഡ് മോർട്ടറിൽ എത്ര കാലം സ്കൂൾ നിൽക്കും എന്ന് ചോദിച്ചാൽ മാക്സിമം 10 years എന്ന് ഞാൻ പറയും. ആം ഐ റൈറ്റ് ഓർ നോട്ട്? ഐ ഡോണ്ട് നോ. പക്ഷേ എൻ്റെ വിശ്വാസം ഒരു 10 വർഷത്തിനിടയിൽ ബ്രിക്ക് ആൻഡ് മോർട്ടറിലെ സ്കൂളിംഗ് അവസാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സിലബസുകൾ, ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി കുട്ടികൾ സിലബസ് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവനവന് പഠിക്കേണ്ടത് അവനവനുണ്ടാക്കുന്ന
ഒരു സ്കൂളിംഗ് സിസ്റ്റവും ഒരു കോളേജ് സിസ്റ്റവും വരണം. കാരണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ജീനിയസുകളെ നമുക്കുണ്ടാക്കാൻ കഴിയുള്ളൂ. നമുക്കിനി വേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് സൊല്യൂഷൻ മേക്കേഴ്സിനെയാണ്. ലോകത്ത് വേറൊരു ജോബും ആവശ്യമില്ല. ഒരു കുട്ടിയെ നിങ്ങൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യവും വേറെയില്ല. എന്താണ് പഠിപ്പിക്കേണ്ടത്? നിങ്ങൾ ലോകത്തിന് മുമ്പിലുണ്ടാകുന്ന പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്നവരാകണം. നമ്മൾ കോഡിങ് കണ്ടുപിടിച്ചപ്പോൾ, നമ്മൾ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിച്ചപ്പോൾ, അതിന് ശേഷം വന്ന AI അതിനെ ഓവർകം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുടെ വളരെ വ്യത്യസ്തമായൊരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യരൊക്കെ സൊല്യൂഷൻസ് പെട്ടെന്ന് ഉണ്ടാക്കണം, അല്ലേ? നിങ്ങൾ കോഡിങ്ങിൻ്റെ ഒരു കാലത്ത് നിന്ന് എത്ര വേഗമാണ് AI സ്വയം കോഡ് ചെയ്ത് സ്വയം വെബ്സൈറ്റ് ഉണ്ടാക്കി സ്വയം ആപ്പുകൾ ഉണ്ടാക്കി മാറുന്ന ഒരു കാലത്തേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഇനിയുള്ള ഒരു ജനറേഷനെ നാം പാകപ്പെടുത്തേണ്ടത്, സ്കൂളുകൾ പാകപ്പെടുത്തേണ്ടത് അവരെ ഗ്ലോബൽ ലീഡേഴ്സ് ആവാനുള്ള പാകപ്പെടുത്തലാണ്. ഗ്ലോബൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മാത്രമല്ല, ഏതൊരു സമൂഹത്തിലും വ്യത്യസ്തമായി. ഇപ്പോൾ ഒരു ബിസിനസ് ലീഡേഴ്സിനെ വേണം, എക്സിക്യൂട്ടീവിൽ നമുക്ക് ലീഡേഴ്സിനെ വേണം. അതുപോലെ ലോകത്ത് വ്യത്യസ്ത ഭാഗങ്ങളിൽ എവിടെ മനുഷ്യനുണ്ടോ അവിടെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ടാക്കുന്നവരെയാണ് ഇനി നാം സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ ഇനി വരുന്ന ഒരു കാലത്തെ ഒരു ജോബിന് വേണ്ടിയും നിങ്ങളുടെ സ്കൂളിലെയോ നിങ്ങൾ പഠിപ്പിക്കുന്ന ട്രെയിൻ ചെയ്യുന്ന കുട്ടികളെയോ പരിശീലിപ്പിക്കേണ്ടതില്ല. കാരണം അവരെ നിങ്ങൾ ഏറ്റവും പുതിയ ടെക്നോളജിയിലെ അവയർനെസ് കൊടുത്താൽ മതി. അതാണ് സൈബർ സ്ക്വയർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഡ്യൂട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാലത്തേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കലാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സ്വാഭാവികമായും ആളുകൾ ധരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ റോബോട്ടും ഹ്യൂമനോയിഡ്സും ഒക്കെ വന്ന് അവസാനം നമ്മളെ വേണ്ടി വരില്ലേ എന്ന് ചിന്തിക്കുന്ന അപൂർവം ചില ആളുകളുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. അങ്ങനെ ഒരു സംഭവം ലോകത്ത് സംഭവിക്കില്ല. എന്ത് ടെക്നോളജി വന്നാലും മനുഷ്യൻ മാത്രമേ ഈ ഭൂമിയിൽ അതിജീവിക്കുകയുള്ളൂ. അത് ചരിത്രം അതിന് സാക്ഷിയാണ്. ലോകത്ത് എന്ത് സംഭവിച്ചാലും മനുഷ്യൻ മാത്രമേ അതിജീവിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാറാം, പക്ഷേ മനുഷ്യരുടെ ആവശ്യം തീരില്ല. അതുകൊണ്ട് കൂടുതൽ ശക്തരായ മനുഷ്യരെ, കൂടുതൽ ഇൻ്റലിജൻ്റായ മനുഷ്യരെ, കൂടുതൽ വയസ്സായ മനുഷ്യരെ, കൂടുതൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരെ, ഏത് സിറ്റുവേഷനോടും അഡാപ്റ്റബിളാകുന്ന മനുഷ്യരെ ഉണ്ടാക്കലാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഫോക്കസ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഫ്യൂച്ചർ ലീഡേഴ്സിനെ ഉണ്ടാക്കാനുള്ള ജോലിയിലാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ ഞാനൊരു MLA എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് റോഡിന് കുഴിയടക്കൽ മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പെരിന്തൽമണ്ണ ഒരു മോഡൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മോഡലിൻ്റെ ഏറ്റവും വലിയ വൈബ്രൻ്റായ ഐറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അടുത്ത ഒരു 5 വർഷം ഞാൻ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തിൽ നിന്ന് 100 കണക്കിന് കുട്ടികളെ ലോകത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ യൂണിവേഴ്സിറ്റികളിൽ എത്തിക്കണം എന്നതാണ് എൻ്റെ പ്ലാൻ. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്ലോബൽ എക്സ്പോഷർ, ലോകത്തെ ഏറ്റവും നല്ല ക്യാമ്പസുകളിൽ പഠിക്കാനുള്ള അവസരം, ലോകത്തെ വ്യത്യസ്തമായ കൾച്ചറുകളെ മനസ്സിലാക്കാനുള്ള അവസരം, അതിനെയെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന കുട്ടികൾ നമുക്കിടയിൽ നിന്ന് രൂപപ്പെടണം. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കുട്ടികളെ നിങ്ങൾ നീറ്റിൽ അടവെക്കാൻ സമ്മതിക്കരുത് എന്നൊരു വാക്കുകൂടി ഞാൻ നിങ്ങളോട് ചേർത്ത് പറയുകയാണ്. ഒരു പക്ഷേ ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും മിനിമൽ ചാൻസാണ് നിങ്ങൾ നീറ്റിലേക്ക് തള്ളിവിടുന്ന വഴി ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ 1000 വാതിലുകളാണ് നിങ്ങൾ അടച്ചു കളയുന്നത്. ഒരു വാതിലിന് വേണ്ടി നിങ്ങൾ 1000 വാതിലുകൾ അടച്ചു കളയുകയാണ്. ഇന്നത്തെ ഒരു കുട്ടിക്ക് നീറ്റല്ല ആവശ്യം. ഇന്നത്തെ ഒരു കുട്ടിക്ക് നല്ല പാഷനേറ്റായിട്ട് ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന കുട്ടി ഉണ്ടെങ്കിൽ പോകട്ടെ. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ആവശ്യം ടെക്നോളജി ഡ്രിവണായ ഒരു ലോകത്ത് നിൽക്കാൻ കഴിയുന്ന ലീഡർഷിപ്പാണ് ആവശ്യം. അതിനെയാണ് നാം മേക്ക് ഓവർ ചെയ്യേണ്ടത്. അതിന് സൈബർ സ്ക്വയറിൻ്റെ ഒരു തോട്ട് ഷിഫ്റ്റ് കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതിയ പ്രോഗ്രാം ഞാൻ നിങ്ങളുടെയൊക്കെ അനുഭവത്തോടെ ലോഞ്ച് ചെയ്ത് അറിയിക്കുന്നു. നന്ദി.